ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാന ശ്രമത്തിൽ തിടുക്കം കൂട്ടിയ അമേരിക്കയുടെ കണ്ണുകൾ സത്യത്തിൽ സ്വന്തം ലാഭത്തിൽ തന്നെയായിരുന്നു. ട്രംപിന്റെ കുടുംബത്തിന് ഓഹരി പങ്കാളിത്തമുള്ള ക്രിപ്റ്റോ കറൻസി കമ്പനിയുമായി പാകിസ്ഥാൻ സുപ്രധാന കരാറിലെത്തി എന്നതാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് പിന്നിൽ താനാണെന്ന നിലപാടൊക്കെ മയപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ അവകാശവാദങ്ങളൊക്കെ വെറും പൊങ്ങച്ചം മാത്രമാണെന്ന വസ്തുത ഇന്ത്യ തന്നെ പുറത്തുവിട്ട സ്ഥിതിക്ക് മുൻ നിലപാടിൽ വെള്ളം ചേർക്കാനേ ട്രംപിന് സാധിക്കുകയുള്ളൂ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാന ശ്രമത്തിൽ തിടുക്കം കൂട്ടിയ അമേരിക്കയുടെ കണ്ണുകൾ സത്യത്തിൽ സ്വന്തം ലാഭത്തിന് തന്നെയായിരുന്നു. ഏത് കാര്യത്തിലും അത് തന്നെയാണ് അവരുടെ ശീലവും. ട്രംപിന്റെ കുടുംബത്തിന് ഓഹരി പങ്കാളിത്തമുള്ള ക്രിപ്റ്റോ കറൻസി കമ്പനിയുമായി പാകിസ്ഥാൻ സുപ്രധാന കരാറിൽ എത്തിയെന്നതാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം. ട്രംപ് കുടുംബത്തിന് 60% ഓഹരി പങ്കാളിത്തമുള്ള വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യലും പാകിസ്ഥാൻ ക്രിപ്റ്റോ കറൻസിയും തമ്മിലാണ് ഏപ്രിൽ അവസാനം കരാറിലെത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് കരാർ ഒപ്പിട്ടതെന്നും റിട്ടിൽ പറയുന്നുണ്ട്. സൗത്ത് ഏഷ്യയിലെ ക്രിപ്റ്റോ കറൻസി തലസ്ഥാനമാക്കി പാകിസ്ഥാനെ മാറ്റുന്നതിന് വേണ്ടി ഇക്കൊല്ലം മാർച്ചിലാണ് ക്രിപ്റ്റോ കറൻസി കൗൺസിൽ രൂപീകരിക്കുന്നത്. പിന്നാലെ ഉദ്യമത്തിന് വിശ്വാസ്യത നൽകാൻ പ്രമുഖ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചായ ബിനാൻസിന്റെ സ്ഥാപകൻ ചാങ്പെങ് ചാവോയെ മുഖ്യ ഉപദേശകനായും നിയമിച്ചു. ക്രിപ്റ്റോ തട്ടിപ്പ് കേസിൽ 4 മാസത്തെ തടവ് ശിക്ഷ അനുഭവിച്ചയാളാണ് ചാവോ. ഡൊണാൾഡ് ട്രംപിന്റെ മക്കളായ എറിക് ട്രംപ്, ഡൊണാൾഡ് ട്രംപ് ജൂനിയർ, മരുമകൻ ജെറാദ് കുഷ്നർ എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് WLF. ബ്ലോക്ക് ചെയിൻ ക്രിപ്റ്റോ കറൻസി രംഗത്താണ് ഇവരുടെ പ്രവർത്തനം. വൈറ്റ് ഹൌസിലെ ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർ വ്യാപാര കരാറിൽ ഏർപ്പെടുകയാണെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. കമ്പനിയുടെ പല ഇടപാടുകളും ദുരൂഹമാണെന്ന് അടുത്തിടെ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കൗൺസിലിന്റെ രൂപീകരണത്തിന് പിന്നാലെ ട്രംപിന്റെ വിശ്വസ്തനായ സ്റ്റീവ് വിറ്റ്കോഫിന്റെ മകൻ സാക്കറി വിറ്റ്കോഫ് WLFനെ പ്രതിനിധീകരിച്ച് പാകിസ്ഥാനിലെത്തിയതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. 2020 ഇസ്രായേൽ, UAE, ബഹ്റിൻ എന്നീ രാജ്യങ്ങൾ തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ മുൻകൈയെടുത്തയാളാണ് വിറ്റ്കോഫ്. ഇപ്പോൾ റഷ്യ-യുക്രൈൻ സമാധാന കരാർ സാധ്യമാക്കാൻ ട്രംപ് ചുമതലപ്പെടുത്തിയിരിക്കുന്നതും മിഡിൽ ഈസ്റ്റിലെ വൈറ്റ് ഹൌസ് പ്രതിനിധിയായ വിറ്റ്കോഫിനെയാണ്. പാകിസ്ഥാനിലെത്തിയ അമേരിക്കയുടെ സംഘവുമായി പാക് പ്രധാനമന്ത്രി ഷഹബാദ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീർ അടക്കമുള്ള ഉന്നതർ കൂടിക്കാഴ്ച നടത്തിയെന്നും പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പിട്ടതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച പ്രതികരണങ്ങളിലൊക്കെ തന്നെയും സമൃദ്ധമായി കൈകഴുകുകയാണ് ട്രംപ്. ഇതിനു പുറമെ തുർക്കിക്ക് $304 മില്യൺ വില വരുന്ന ഹ്രസ്വദൂര മിസൈലുകൾ നൽകാനും അമേരിക്ക മുൻകൈ എടുക്കുന്നുണ്ട്. ആകാശത്ത് നിന്നും തൊടുക്കാവുന്ന AIM-120C8 അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈലുകളാണ് കൈമാറുന്നത്. പാക് സൈന്യം ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച ആയുധങ്ങളിൽ ഒന്നാണിത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയുണ്ടായ സംഭവങ്ങളിൽ തുർക്കിയുടെ ഇടപെടൽ കാരണം ആയുധ ഇടപാടിനെ ഇന്ത്യ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത്. 2019 ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് പാക് സൈന്യം നടത്തിയ ഓപ്പറേഷനിൽ അമേരിക്കൻ നിർമ്മിത F-16 യുദ്ധവിമാനങ്ങൾക്കൊപ്പം അംറാം മിസൈലുകളും ഉണ്ടായിരുന്നു. ഇതിനെതിരെ തെളിവുകളുമായി അമേരിക്കയെ സമീപിച്ചിരുന്നു. തുടർന്ന് ഈ ആയുധങ്ങൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കില്ലെന്ന് അമേരിക്ക ഉറപ്പും നൽകിയിരുന്നതാണ്. അതേസമയം പുതിയ സാഹചര്യത്തിൽ ഈ മിസൈലുകൾ തുർക്കി പാകിസ്ഥാന് കൈമാറില്ലെന്ന് ഉറപ്പിക്കാൻ കഴിയില്ലെന്നതാണ് വിവരം. അടുത്തിടെ F-16 വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന് തുർക്കിയുടെ സഹായം ലഭിച്ചിരുന്നു. അംറാം മിസൈലുകൾ തൊടുക്കാൻ ശേഷിയുള്ള യുദ്ധവിമാനങ്ങളിൽ പാകിസ്ഥാന്റെ കൈവശമുള്ളത് F-16 മാത്രമാണെന്നും കൂട്ടി വായിക്കണം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഉണ്ടായ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയ രാജ്യമാണ് തുർക്കി. പാകിസ്ഥാന് ഡ്രോണുകൾ അടക്കം നിരവധി ആയുധങ്ങൾ എത്തിച്ചു നൽകാനും തുർക്കി മുന്നിലുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ തുർക്കി ബന്ധമുള്ള ചില കമ്പനികളുടെ ഇന്ത്യയിലെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങളിൽ പോലും വിള്ളലുണ്ടായി. ഈ സാഹചര്യത്തിൽ തുർക്കി അത്യാധുനിക ആയുധങ്ങൾ സ്വന്തമാക്കുന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. അതേസമയം വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അമേരിക്കൻ നിർമ്മിത ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലുകളാണ് അംറാം. 40 കിലോമീറ്റർ അകലെ നിന്ന് വരെ തൊടുക്കാവുന്ന മിസൈലുകളെയാണ് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കൻ സൈന്യം ഉൾപ്പെടെ 40ഓളം രാജ്യങ്ങൾ നിലവിൽ ഈ മിസൈലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള 53 മിസൈലുകളാണ് തുർക്കിക്ക് $225 മില്യൺ കൈമാറുന്നത്. ഇതിനു പുറമെ 60 ബ്ലോക്ക് 2 മിസൈലുകളും $79.1 മില്യൺ നൽകും. മിസൈലുകൾക്കൊപ്പം ഗൈഡൻസ് സംവിധാനം, സ്പെയർ പാർട്സ്, ആക്സസറീസ്, സാങ്കേതിക എഞ്ചിനീയറിംഗ് സഹായം എന്നിവയും അമേരിക്ക നൽകും.
നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിയുമായുള്ള സൈനിക വ്യാപാര ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ആയുധ ഇടപാടെന്നാണ് അമേരിക്കൻ വൃത്തങ്ങൾ തന്നെ നൽകുന്ന വിശദീകരണം.